നമുക്ക് ഇന്ന് ഉണക്കച്ചമീൻ വെച്ച് മാങ്ങയും മുരിങ്ങക്കായും ഇട്ട് നല്ലൊരു കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഉണക്കച്ചമീൻ നല്ലതുപോലെ തല കളഞ്ഞ് നമ്മളെപ്പോഴും ഉണക്കച്ചമീൻ ഉണ്ടാക്കുമ്പോൾ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം, എന്നെങ്കിലും ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ. ഇത് ഞാൻ അങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ് 1 കപ്പ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു പകുതി മാങ്ങയുടെ പീസാക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. അത് നല്ല പുളിയുള്ള മാങ്ങ നമ്മൾ എടുക്കണം. ഒരു മുരിങ്ങക്കായും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്ക് ചേർക്കാനുള്ളത് ഒരു തക്കാളിയാണിത്. പിന്നെ നമ്മൾ 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 1 കപ്പ് തേങ്ങ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ജീരകം, 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾ പൊടി ഇത് ചേർത്ത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. പിന്നെ നമ്മൾ വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കുമ്പോൾ കരിവേപ്പിലയും 2 വറ്റൽമുളകും നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. 1 ഗ്ലാസ് വെള്ളവും വേണം ആവശ്യത്തിന് ഇത് വേവിക്കാൻ. നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഈ തേങ്ങയും ജീരകവും മുളക് പൊടിയും കൂടി നമ്മൾ അരച്ച് പേസ്റ്റാക്കി എടുക്കാം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എല്ലാ സാധനങ്ങളും ഒന്നിച്ച് തന്നെ അങ്ങ് ചേർക്കുവാണ്. ആദ്യം നമുക്ക് ഈ ചെമ്മീൻ ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ തക്കാളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങായും മുരിങ്ങക്കായും ഒന്നിച്ച് ചേർക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നേകക്ക മുരിങ്ങക്കായും മാങ്ങായും വേകാൻ വേണ്ടി നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നേകക്ക വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് ചെറുതായിട്ട് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. നമ്മൾ പിന്നെ ഒന്നും കൂടി ഉപ്പ് ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് ഇപ്പം കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ നല്ലതുപോലെ ഒരു ലിഡ് വെച്ച് വേവിച്ച് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഈ തക്കാളിയും നമ്മുടെ ചെമ്മീനും ഉണക്ക ചെമ്മീനും എല്ലാം നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടും. നമുക്കിത് ലിഡ് വെച്ച് മൂടി വേവിക്കാം. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം. നമ്മുടെ മുരിങ്ങക്കായും മാങ്ങായും ചെമ്മീനും ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇനി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇതിനകത്ത് ഞാൻ ജീരകവും മുളക് പൊടിയും മഞ്ഞളും ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കാം. നമ്മളിതൊരു ഒഴിച്ചു കറിയായിട്ടാണ് എടുക്കുന്നത്. അത് കാരണം നമുക്ക് ഇച്ചിരി നീളത്തിൽ എടുക്കാം. ആദ്യം ഈ തേങ്ങ ഒന്ന് പച്ചമണം നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇച്ചിരി തീ കൂട്ടി വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഒഴിച്ചു കറിയായിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നീളത്തിലിരിക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ എടുക്കാം. അരപ്പിന് വേണ്ടി ഉപ്പും കൂടി നമുക്കിപ്പം ചേർത്ത് കൊടുക്കാം. ഇതൊരു ലിഡ് വെച്ച് നമ്മൾ ഒരു 2 മിനിറ്റും കൂടി ഒന്ന് വേവിക്കാം. ഇപ്പം നമ്മുടെ കറി നല്ല റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് നീളമുണ്ട്. നമ്മളിത് ഓഫാക്കാം. ഇനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി നമ്മൾ കരിവേപ്പിലയും വറ്റൽമുളകും വറുത്ത് ഇതിനകത്തിടാം. ഇപ്പം നമ്മുടെ മാങ്ങ ചേർത്ത മുരിങ്ങക്കായും ചെമ്മീനും ഇട്ട കറി നല്ല റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ് ചോറിന് കൂട്ടാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.